ഖത്തറിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകുന്ന ഖത്തർ എയർവേസിൻ്റെ ബോയിങ് 777-300 BO സീരീസ് എയർക്രാഫ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഖത്തർ എയർവേസിന് ഡൈവേഴ്സ് ഫ്ലീറ്റ് ആണ്. അതിൽ ഈ ഒരു ഫ്ലീറ്റ് തികച്ചും ഡിഫറെൻ്റ് ആണ്. ഖത്തർ എയർവേസിലെ ബിസിനസ് ക്ലാസ്സിലെ ഡൈനിങ് എനി ടൈം സർവീസ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കാം. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് തായ്ലാൻഡിൽ പോകാൻ. അതേസമയം എനിക്ക് ഉറക്കവും വരുന്നുണ്ട്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഉറങ്ങുന്ന സമയം കേട്ടോ. ഈ ഒരു സീറ്റ് ഫീച്ചേഴ്സിൽ എസ്പെഷ്യലി BO സീരീസ് എല്ലാത്തിലും എക്സ്ട്രാ ആയിട്ട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്പേഷ്യസ് ആണ്. ഡൈവേഴ്സ് ഫ്ലീറ്റ് ആയതുകൊണ്ട് വാട്ടർ ബോട്ടിൽ വെച്ചേക്കുന്ന ലൊക്കേഷൻ അടുത്ത ഫ്ലൈറ്റിൽ വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ടേക്ക് ഓഫിന് മുമ്പ് തന്നെ സീറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ ലൈഫ് ജാക്കറ്റ് എവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം കണ്ടുപിടിച്ച്. ക്രൂ എനിക്ക് വൈറ്റ് കമ്പനിയുടെ ലോഞ്ച് ഫെയർ തന്നായിരുന്നു. എനിക്ക് നല്ല മടിയുള്ളതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല. എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ കിടന്ന് ഉറങ്ങുക, പിന്നെ രാവിലെ എണീക്കുക. ഈ ഒരു ടൈമിംഗ് ആണ് ഞാൻ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞത്. ചില സമയത്ത് ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇങ്ങനത്തെ സർപ്രൈസ് ഒക്കെ കാണാൻ പറ്റാറുണ്ട്. ഈ നക്ഷത്രങ്ങളൊക്കെ കണ്ട് കിടന്നുറങ്ങാൻ നല്ല രസമാണ്. ഇത് നൈറ്റ് ടൈം ഫ്ലൈ ചെയ്യുമ്പോഴാട്ടോ ഇതൊക്കെ കാണാൻ പറ്റുന്നത്. മൂവി കാണാനായിട്ട് ഞാൻ എൻ്റെ സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ബെവറേജ് ആയിട്ട് ഓർഡർ ചെയ്തത് പൈനാപ്പിൾ പഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ വരുന്നതാണ് മിക്സ് നട്ട്സ്. ഈ എയർക്രാഫ്റ്റിൽ ഇതിൻ്റെ അകത്താണ് റിമോട്ട് കൺട്രോൾ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ ഫുഡാണെന്ന് എനിക്കറിയാം. റൈസും ചിക്കനും ആണ്. ഇതിൻ്റെ പേരെന്താന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ബാങ്കോക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പുറത്താന്ന് തോന്നുന്നു. ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു ഫുഡ്. ഞാൻ ഒരിക്കലും ഈ ഫുഡിൻ്റെ ടേസ്റ്റ് മറക്കത്തില്ല. ഡെസേർട്ടും വന്നു. എനിക്കറിയില്ല ഞാൻ എന്താണ് ഈ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന്. ഇതിൽ ബ്ലാക്ക്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി കുളീസ്, അതിൻ്റെ സോസ് ഉണ്ട്, ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ട്, അതേപോലെ തന്നെ പിസ്താഷ്യോ ഉണ്ട്. സൈഡിലുള്ള ബ്രെഡ് പിസ്താഷ്യോടെയാണെന്ന് തോന്നുന്നു. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മൈ ഫേവറേറ്റ് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു കംഫർട്ടബിൾ ഡ്രിങ്ക് ആട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുക്കാനൊക്കെ തുടങ്ങി. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോബെറി യോഗട്ട് ഗ്രനോലയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് അങ്ങറ്റം ഹെൽത്തി ആയിപ്പോയി, വേണ്ടായിരുന്നു. അടുത്തതായിട്ട് വന്നത് കൊഞ്ചി വിത്ത് പ്രോൺസ് ആൻഡ് സോയ സോസ്. നമ്മുടെ നാട്ടിലെ കഞ്ഞിയില്ലേ, അത് തന്നെ. ഇത് ഏഷ്യൻ സ്റ്റൈലാണെന്ന് മാത്രം. ഇത് ഏഷ്യൻസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡും കൂടെയാണ്. ഇതൊരു 6 hours 55 minutes ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ക്ലൗഡ്സിനെയാണ് ഞാൻ ആദ്യം വിൻഡോ തുറന്നപ്പോൾ കണ്ടത്. പിന്നെ വ്യൂ മാറാൻ തുടങ്ങി. പിന്നെ ഞാൻ കണ്ട വ്യൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് കിട്ടിയ അമ്യൂണിറ്റീസ് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. കുറേ നല്ല അടിപൊളി വ്യൂ കണ്ടതിന് ശേഷം ബാങ്കോക്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്. ബാങ്കോക്കിലുള്ള എയർപോർട്ട് എന്ന് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബിസിയസ്റ്റ് എയർപോർട്ടാണ്. ഈ സമയത്ത് തന്നെ ചില ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലാൻഡും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒത്തിരി ഫ്ലൈറ്റ്സും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.